യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ആർഭാടങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒരു വലിയ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മാത്രം ലക്ഷ്യം വെച്ച് സമ്പത്തിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ലഹരിയിൽ ജീവിതം ആഘോഷിച്ചു തീർക്കുകയാണ് നമ്മിൽ പലരും. ബൈബിളിൽ ഉന്മത്തരായിരിക്കുവിൻ എന്ന് കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ അതെപ്രകാരമായിരിക്കണമെന്ന് ഇന്നത്തെ ഷെമാ ഇസ്രായേൽ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് റോസമ്മ, വീട് കൂടല്ലൂർ. ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വീടിൻ്റെ പണി ഞാൻ ഉദ്ദേശിച്ചതിൽ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിനും എൻ്റെ മകളുടെ വിവാഹം ഞാൻ ഉദ്ദേശിച്ചതിൽ ഭംഗിയായി കർത്താവ് നടത്തിത്തന്നു. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കായി സ്നേഹപൂർവ്വം ഒരുക്കിയ ഈ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന നിമിഷങ്ങൾ നമ്മൾ ഉറക്കം വരാതെ, ക്ഷീണം തോന്നാതെ, ഏകാഗ്രത നഷ്ടപ്പെടാതെ താല്പര്യത്തോടെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അങ്ങയുടെ വചനം കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് ആസ്വദിക്കുവാനും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതിന് പ്രത്യുത്തരം നൽകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ഉന്മത്തത. അത് നല്ലതും ഹാനികരമായതുമായ ഉന്മത്തതയുണ്ടാകാം. നല്ല ഉന്മത്തത, നമുക്ക് വേണ്ടതും നല്ലതുമായ ഉന്മത്തത. അതുപോലെ തന്നെ ഹാനികരമാകുന്ന ഒരു ഉന്മത്തതയെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ഈ വിഷയത്തിലേക്ക് ആഴമായിട്ടൊന്ന് ഇറങ്ങേണ്ടതിന് ഒരു 3 വചനഭാഗങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഒന്നാമത്തെ വചനഭാഗം എഫേസസ് 5-ാം അധ്യായം 17-ഉം 18-ഉം തിരുവചനങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: വീഞ്ഞു കുടിച്ച് നിങ്ങൾ ഉന്മത്തരാകരുത്, കാരണം അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ 2 വചനങ്ങൾ ചേർത്ത് വായിച്ചാൽ, എഫേസസ് 5:17, 18 വചനങ്ങൾ ചേർത്ത് വായിച്ചാൽ അവിടുത്തെ സന്ദേശം വ്യക്തമാണ്. വിവേകികള് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉന്മത്തരായി ദൈവത്തിനു വേണ്ടി നിലകൊള്ളും.
അവിവേകികൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരായി അവരുടെ ജീവിതത്തിലേക്ക് നാശങ്ങൾ വരുത്തും, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും നാശങ്ങൾ അവർ വിതയ്ക്കും. അതാണ് ഈ വചനഭാഗത്തിൻ്റെ കാതലായ സന്ദേശം. വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വചനഭാഗം യെശയ്യാ 29-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. ഹാനികരമായ ഒരു ഉന്മത്തതയെക്കുറിച്ചും പ്രയോജനകരമായ ഒരു ഉന്മത്തതയെക്കുറിച്ചും അവിടെയും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാ 29:9 വചനം പറയുന്നത് ഇപ്രകാരമാണ്: വിസ്മയസ്തബ്ധരാകുവിൻ, നിങ്ങളെ തന്നെ അന്ധരാക്കുവിൻ. അതേ തുടർന്ന് പറഞ്ഞിരിക്കുകയാണ്, ഉന്മത്തരാകുവിൻ, എന്നാൽ മദ്യപിച്ചിട്ടാകരുത്. ആടി നടക്കുവിൻ, എന്നാൽ വീഞ്ഞു കുടിച്ചിട്ടാകരുത്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം എത്ര വ്യക്തമായിട്ടാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഉന്മത്തത നല്ല രീതിയിൽ വരാം, ഉന്മത്തത ഹാനികരമാകുന്ന ഒരു ഉന്മത്തതയുമുണ്ടെന്ന്. നമ്മുടെ മുമ്പിൽ ദൈവം ഇത് രണ്ടിനുമുള്ള അവസരം വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ, നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം: നിന്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയുമുണ്ട്. തിരഞ്ഞെടുപ്പ് നീ നടത്തേണ്ടതാണ്. രക്ഷയിലേക്ക് നയിക്കുന്ന വഴി ഞാൻ തിരഞ്ഞെടുത്താൽ ഞാൻ രക്ഷ അനുഭവിക്കും. നാശത്തിലേക്ക് നയിക്കുന്ന വഴി ഞാൻ തിരഞ്ഞെടുത്താൽ ഞാൻ നാശത്തിൽ നിപതിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയും ഞാൻ വെച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വചനഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം, പ്രത്യേകിച്ച് അതിൻ്റെ 4-ാമത്തെ വചനവും 8-ാമത്തെ വചനവും. 4-ാമത്തെ വചനം ദൈവം പറയുകയാണ്, നിങ്ങളൊരു കാരണവശാലും ജെറുസലേം വിട്ട് പോകരുത്. പോകണം, പക്ഷേ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറേണ്ട ഒരു കാര്യമുണ്ട്. പിതാവിൽ നിന്ന് നിങ്ങൾ കേട്ട ദൈവത്തിൻ്റെ അതിമനോഹരമായ വളരെ വിലപിടിപ്പുള്ള ഒരു വാഗ്ദാനം, അത് നിറവേറാൻ കാത്തിരിക്കണം. എന്തായിരുന്നു ആ വാഗ്ദാനമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ ഉന്മത്തരാകുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പെന്തക്കോസ്റ്റ്, പരിശുദ്ധാത്മ അഭിഷേകം. ഇനി അത് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ജെറുസലേം വിട്ട് പോകാവൂ. അപ്പോസ്തല പ്രവർത്തനം 1:8 പറഞ്ഞിട്ടുണ്ട്, അത് സംഭവിച്ചാൽ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ജെറുസലേമിൽ തുടങ്ങി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളാകാൻ അത് നിങ്ങളെ സഹായിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പശ്ചാത്തലമായിട്ട് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു 3 പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് ഇറങ്ങി വരാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവം ഒട്ടും ഇഷ്ടപ്പെടാത്ത ചില അവസ്ഥകളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലൊരു 2-3 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് എടുത്തു കാണാം. ദൈവം ഒട്ടും ഇഷ്ടപ്പെടാത്ത ചില ജീവിത അവസ്ഥകൾ. ഒന്നാമത്തെ അവസ്ഥ അറിയാൻ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: എനിക്ക് നിന്നെ അറിയാം. നീ ആരാണ്, നിൻ്റെ അവസ്ഥ എന്താണ്, നീ ചെയ്യുന്നത് എന്താണ്, നീ ഉദ്ദേശിക്കുന്നത് എന്താണ്, സകലതും എനിക്കറിയാം. എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യം, നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. കർത്താവ് മനസ്സിലാക്കിയ ഒരു കാര്യം, പക്ഷെ നമ്മൾ വിചാരിച്ചേക്കാം നമ്മളൊത്തിരി തീഷ്ണതയുള്ളവരാണെന്ന്. പക്ഷെ കർത്താവ് നമ്മളിലേക്ക് നോക്കി പറയുകയാണ്, നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടുമില്ലാതെ
ഒരു മന്ദോഷ്ണാവസ്ഥയിൽ നീ പോകുന്നത് കൊണ്ട് നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവർക്ക് അവരുടെ തെറ്റ്, കുറവ്, പാപം മനസ്സിലാക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിഭയങ്കരമായിട്ട് പാപത്തിലേക്ക് നിബന്ധിച്ച വ്യക്തികൾ തിരിച്ചറിവോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് അതിതീഷ്ണതയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച രംഗങ്ങൾ ഇഷ്ടംപോലെ ബൈബിളിൽ നമുക്കുണ്ട്. ചൂടോ തണുപ്പോ ഇല്ലാത്തവർ എനിക്ക് വലിയ കുഴപ്പമില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ സ്വയം ന്യായീകരിച്ച് പോകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഹൃദയമില്ലാത്ത അധരസേവ കർത്താവ് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. 2 വചനഭാഗങ്ങൾ അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനവും ജെറമിയായുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനവും. ഈ 2 വചനഭാഗങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി പറയാൻ പോകുന്ന ഒരു കാര്യം, നിൻ്റെ അധരത്തിൽ ഞാനുണ്ടെങ്കിലും നിൻ്റെ ഹൃദയത്തിൽ ഞാനില്ല. ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാതെ, ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാതെ, ഹൃദയം കൊണ്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാതെ വെറും അധരസേവയായിട്ട് അതെല്ലാം ഒതുങ്ങിപ്പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണിതെന്ന് ദൈവത്തിൻ്റെ വചനം പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, അത് നിങ്ങൾ 2 വചനഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. യാക്കോബ് ശ്ലീഹ 2:17, 1 യോഹന്നാൻ 3:17 വായിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് പ്രവൃത്തിയിലേക്ക് വരാതിരിക്കുന്ന അവസ്ഥ. പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ആ പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ, ചെയ്യാവുന്നത്ര പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെന്ന് ദൈവത്തിൻ്റെ വചനം പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തെ പ്രതി, വചനത്തെ പ്രതി ഒരു തീക്ഷ്ണത നമുക്കുണ്ടാവുക എന്നത്. ബൈബിളിൽ ഏതാനും ചില വ്യക്തികളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവിനെ പ്രതിയും അവിടുത്തെ വചനത്തെ പ്രതിയും തീക്ഷ്ണതയുണ്ടായിരുന്ന വ്യക്തികൾ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏലിയ പ്രവാചകൻ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 14-ാമത്തെ വചനം വായിച്ചാൽ നമ്മൾ കാണുന്ന അതാണ്. കർത്താവിനെ പ്രതി തീക്ഷ്ണതയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ വചനത്തെ പ്രതി തീക്ഷ്ണതയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജെറമിയ പ്രവാചകൻ. അത് നമ്മൾ കാണുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകം 20-ാം അധ്യായം 9-ാമത്തെ വചനം വായിച്ചാൽ കർത്താവിൻ്റെ വചനത്തെ പ്രതിയുള്ള തീക്ഷ്ണത മൂലം ജെറമിയ വിളിച്ചു പറയുകയാണ്, എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും എനിക്ക് എൻ്റെ ദൈവത്തെ വിട്ടുപോകാൻ പറ്റില്ല. ദൈവത്തിന് കൂടെ നിൽക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്തോ ഒരു ശക്തി എന്നെ ദൈവത്തിൻ്റെ കൂടെ ചേർത്ത് നിർത്തുകയാണെന്ന്. കർത്താവിൻ്റെ വചനത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാണ് നമ്മളവിടെ കാണുക. ഇനി പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഉന്മത്തതയുണ്ട്. പ്രയോജനപ്രദമായ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉന്മത്തത. അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. ആദ്യത്തെ പന്തക്കുസ്തായിൽ ലഹരി പിടിച്ച കുറേ വ്യക്തികൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഗതിമാറാനുള്ള കാരണം ഈ പെന്തക്കുസ്തായായിരുന്നു. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി കഴിയുമ്പോൾ
നമുക്കുണ്ടാകുന്ന ഒരു ഉന്മത്തത. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും നല്ലതുമായ ഉന്മത്തത. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവസാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു പോയിന്റ്, നെഗറ്റീവായിട്ടുള്ള ഒരു ഉന്മത്തതയുണ്ട്. നാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഉന്മത്തത. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടു കഴിഞ്ഞ കുറേയേറെ വചനഭാഗങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുക. മദ്യത്തിലൂടെ, സെക്സിലൂടെ, ഡ്രഗ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഉന്മത്തത, അത് നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. ഈയിടെ ഒരു സഹോദരൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, അച്ഛാ, ഞാൻ ഒത്തിരി പേരെ സ്നേഹിച്ചു, ഒത്തിരി പേരെ സഹായിച്ചു, പക്ഷേ അവസാനം അവരെല്ലാം എനിക്കിട്ട് തിരിഞ്ഞു കൊത്തി. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരധ്യായം ഇതാണ്. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം, അതിൻ്റെ 21 മുതലുള്ള വചനഭാഗം വായിച്ചാൽ, മദ്യത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഉന്മത്തത മൂലം നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ഒത്തിരിയേറെ നഷ്ടങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പരാതി, ആവലാതി, ഒരുപക്ഷെ നിരാശ, ദാരിദ്ര്യം, ചുവന്ന കണ്ണുകൾ, പാമ്പ് കടിയേൽക്കുന്നത് പോലത്തെ ചില അനുഭവങ്ങൾ, ഇതെല്ലാം ആർക്കാണ് വരുന്നത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. മദ്യപാനിക്ക് വരുന്ന കുറേ കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, അവൻ കീറത്തുണി ഉടുത്ത്, അവൻ്റെ മക്കൾ പോലും കീറത്തുണി ഉടുത്ത് നടക്കുന്ന ആ രംഗങ്ങൾ കാണേണ്ടി വരുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ച് വചനഭാഗങ്ങൾ മദ്യപാനത്തിന് അനുഭാവം കൊടുക്കുന്ന വചനഭാഗങ്ങൾ എന്ന് പറയാവുന്ന കുറച്ച് വചനഭാഗങ്ങൾ എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. പക്ഷേ അത് 10-ൽ താഴെ വചനഭാഗങ്ങളേ ഉള്ളൂ. എന്നാൽ 84ഓളം വചനഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത് മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച്, മദ്യത്താൽ ഉന്മത്തരായാൽ അതുമൂലം സംഭവിക്കാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ ഉന്മത്തരായവർക്ക് മദ്യത്താൽ ഉന്മത്തരാകുന്ന ഒരവസ്ഥ വേണ്ടിവരില്ല. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള സമയം ദിവ്യകാരുണ്യനാഥനോടൊപ്പം നമുക്ക് ചിലവഴിക്കാം. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേറ്റം പ്രിയപ്പെട്ടവരെ, സ്വർഗീയ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ. കാരണം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സമയം. നമുക്ക് ഈ സമയം ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടു, നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ക്ലേശങ്ങളും വരുമ്പോൾ അവയ്ക്ക് നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ പറ്റും. നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ട് വിശ്വാസത്തിൽ അവ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ആ സഹനങ്ങളും ദുരിതങ്ങളും ദൈവത്തിൽ നിന്ന് നമ്മളെ ദൂരെ അകറ്റുന്ന അനുഭവം ഉണ്ടാകാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. നമ്മെ സ്നേഹിക്കുന്ന ദൈവം അനാവശ്യമായി ഒരു ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കില്ല. അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം നമുക്കുള്ളത് കൊണ്ടും നമ്മൾ ആത്മീയമായിട്ട് വളരാൻ, വിശുദ്ധീകരിക്കപ്പെടാൻ അവ ആവശ്യമായതുകൊണ്ടുമാണ്. ആ ഒരു ദൈവിക ചിന്ത നമ്മളിൽ ഉണരുവാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങൾ, വേർപാടിൻ്റെ വേദനകൾ, വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവങ്ങൾ, അതുപോലെ നമുക്കിഷ്ടമില്ലാത്ത പല
അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ശരീരം വേദനിച്ച നിമിഷങ്ങൾ, മനസ്സ് നൊമ്പരപ്പെട്ട നിമിഷങ്ങൾ, വലിയ വലിയ തകർച്ചകൾ നമ്മൾ നേരിട്ട സാഹചര്യങ്ങൾ, അതെല്ലാം ദൈവത്തിങ്കിലേക്ക് നമ്മൾ അടുക്കുന്നതിന് കാരണമായോ അതോ ദൈവത്തിൽ നിന്നും അകലുവാൻ കാരണമായോ? നമുക്ക് അനുദപിക്കാം, വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ആ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാനിട വന്നെങ്കിൽ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാൻ, സ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കുവാനിട വന്നെങ്കിൽ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ, വചനത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ നമുക്കിട വന്നെങ്കിൽ ദൈവത്തിൻ്റെ സജീവ വചനത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ കൃപ നൽകണമേ. പലപ്പോഴും വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ പലതും ഞങ്ങൾക്ക് കാണുവാനും എടുക്കുവാനും പറ്റാതെ പോയി. അതുകൊണ്ടാണ് ഒരുപാട് പരാതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ പറയേണ്ടി വന്നു. ഈശോയെ, അങ്ങ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രഭാഷകൻ 39:17 മുതലുള്ള വചനങ്ങൾ, ഇതെന്ത്, എന്തുകൊണ്ട് എന്ന് നിന്റെ സൃഷ്ടാവിനോട് നീ ചോദിക്കരുത്. യഥാകാലം അതിൻ്റെ എല്ലാം അർത്ഥം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ കർത്താവേ, ഇതൊന്നും അറിയാതെ ഒത്തിരിയേറെ പരാതികളും പരിഭവങ്ങളും ഞാൻ പറയാനിട വന്നിട്ടുണ്ട്. അനുദപിച്ച് അങ്ങയുടെ കാരുണ്യം യാചിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, അവിടുന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ എന്നെ ശുദ്ധീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് വാഗ്ദാനം ചെയ്ത ആ വലിയൊരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ഞങ്ങൾ ജ്വലിക്കട്ടെ, സ്നേഹത്തിൽ ഞങ്ങൾ വളരട്ടെ, ആത്മീയതയിൽ കർത്താവേ ഞങ്ങൾ ഇനിയും ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രത്യാശയോടെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്കാം. ദൈവമേ, നിന്നെ എനിക്ക് ആവശ്യമാണ്. ദൈവമേ, നിനക്ക് എന്നെ ആവശ്യമാണ്. കർത്താവേ, നിനക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ സാധിക്കും. ഹൃദയത്തിൽ വിശ്വസിച്ച്, ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ടായിരിക്കെ ഈ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത്, ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ നോക്കുന്നത് വലിയ സൗഖ്യത്തിന് കാരണമാവും, അഭിഷേകത്തിന് കാരണമാവും. നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഏത് കാര്യമാണെങ്കിലും അതിപ്പോൾ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി സമർപ്പിച്ച് ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. നിങ്ങളുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ഹൃദയാഭിലാഷങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തി കരങ്ങൾ തുറന്ന് വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവനായ കർത്താവേ, അങ്ങയുടെ സഹായം ഞങ്ങൾ തേടുന്നു. അവിടുത്തെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ആരെയെല്ലാം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നോ അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ അവിടുത്തെ കരം നീട്ടി അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. ഞങ്ങളുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ആവശ്യങ്ങളും അഭിലാഷങ്ങളും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും വിശുദ്ധീകരണവും വിടുതലും സൗഖ്യവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ.